ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമ്മൂസ് കുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചമ്മന്തി റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇത് നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. പിന്നെ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൊരു ചമ്മന്തി ആയിരുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്ക ചമ്മന്തി റെസിപ്പികളുടെയും ടൈറ്റിൽ പറയുന്ന പോലെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റു കറികളൊന്നും വേണ്ടെന്നാണ് ടൈറ്റിൽ ഉണ്ടാവാറ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ചമ്മന്തിയും. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കറികളൊന്നും തന്നെ വേണ്ട, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അതിനുശേഷം ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ 3 ചേരുവകളാണ് മെയിനായിട്ട് വേണ്ടത് പറഞ്ഞു. തേങ്ങ, വറ്റൽമുളക്, അതേപോലെ ചെറിയുള്ളി, ഒപ്പം കറിവേപ്പിലയും കൂടെ വേണം. അപ്പോൾ തേങ്ങ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, കറിവേപ്പില കുറച്ച് മതി. പിന്നെ വറ്റൽമുളക്, ഇതൊരു 4-5 വറ്റൽമുളക് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ചെറിയുള്ളി നമുക്കൊരു 10-12 എണ്ണം വരെ എടുക്കാം. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ ചെറിയുള്ളിയാണ് നല്ലത്, സവോളയേക്കാൾ ടേസ്റ്റ് ചെറിയുള്ളിക്കാണ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതൊന്ന് പകുതി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. വറ്റൽമുളകും അതേപോലെ സവോളയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. വല്ലാണ്ട് ഇങ്ങനെ നമുക്ക് കറിയിലേക്കൊന്നും മൂപ്പിച്ചെടുക്കുന്ന പോലെ ഒന്നും വേണ്ട, ജസ്റ്റ് തേങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. ഈ ചമ്മന്തി കഞ്ഞിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.